ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ചാനലിൽ നമ്മളൊരു പ്യൂരിഫയറിൻ്റെ അൺബോക്സിങ് വീഡിയോ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് 2 ദിവസമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ പ്യൂരിറ്റിൻ്റെ ക്ലാസ് UV+G2 എന്നൊരു മോഡൽ. ഇത് ആക്ച്വലി UVയും UFും വരുന്ന പ്യൂരിഫിക്കേഷൻ ടെക്നോളജി വരുന്ന ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ കുറേ മോഡലുണ്ട്. RO വേണ്ടവർക്ക് RO വയ്ക്കാം. നിങ്ങളുടെ TDS അനുസരിച്ചിട്ടാണ് RO വേണോ മറ്റത് വയ്ക്കണമെന്ന് തീരുമാനിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് മാത്രം വെക്കുക. കടയിൽ പോയി കഴിഞ്ഞാൽ അവർ RO വെച്ചാൽ സൂപ്പർ വെള്ളം കിട്ടുക അങ്ങനെയൊക്കെ കുറേ പറയും. അതുപോലെ തന്നെ അക്വാഗാർഡ് വെക്കുമ്പോൾ സൂക്ഷിക്കുക. ഞാനിവിടെ ഓൾറെഡി ഒരു 5-6 കൊല്ലം, 5 അല്ല, എനിക്ക് തോന്നുന്നു 10 കൊല്ലമൊക്കെ ഓൾമോസ്റ്റ് ആയിട്ടുണ്ടായിരിക്കും നമ്മുടെ അക്വാഗാർഡിൻ്റെ ഒരു കസ്റ്റമർ ആയിരുന്നു. അപ്പോൾ റീസെൻ്റ്ലി അവരുടെ പുതിയ പ്രൊഡക്റ്റ് വെച്ചിട്ട് തല്ലിപ്പൊളി സർവീസ് അവന്മാർ വന്ന് സർവീസ് ചെയ്ത് കേടാക്കിപ്പോയി. അങ്ങനത്തെ സ്ഥിതിയാണ്. വിളിച്ചാലും വരില്ല, അങ്ങനത്തെ ഒരു എന്താ പറയുക. അതുപോലെ തന്നെ ഭയങ്കര ഹൈ സർവീസ് ചാർജൊക്കെയാണ്. ഒരു 10,000 ഇവിടെ അക്വാഗാർഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു സർവീസ് ചാർജ് ഓരോ വർഷം സർവീസ് ചെയ്യുമ്പോൾ 10,000-4,000 രൂപയ്ക്ക് വാങ്ങിക്കുക. അപ്പോൾ അത്രയ്ക്കും തല്ലിപ്പൊളിയാണ്. പിന്നെ കടയിൽ പോയി കഴിഞ്ഞാൽ അവന്മാരാണ് ഫുൾ എല്ലായിടത്തും അവരുടെ സാധനങ്ങളാണെന്ന് വെച്ചാൽ ഭയങ്കര കമ്മീഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഷോപ്പിൽ ഫുള്ള് അക്വാഗാർഡായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ മാറ്റിയിട്ട് പിന്നെ പ്യൂരിറ്റാക്കിയതാണ് ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ നമ്മുടെ IO സ്മിത്തിൻ്റെ അതിലേക്ക് പോകട്ടെ. ഞാൻ ആമസോണിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് 1 ഡേ ഡെലിവറി തന്നെ തന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ 4 സ്റ്റേജ് പ്യൂരിഫിക്കേഷനാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെ നമ്മുടെ മൂന്നാമത്തെ ചാനലിൽ ഇട്ടുണ്ടായിരുന്നു അൺബോക്സിങ് വീഡിയോ. ഇത് നമുക്ക് ആമസോണിൽ അവൈലബിൾ ആണ്. പക്ഷേ അത് പിൻകോഡ് അനുസരിച്ച് ചില സ്ഥലത്ത് മാത്രമാണ് ഡെലിവറി സംഭവങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് IO സ്മിത്തിൻ്റെ അതിലേക്ക് പോകട്ടെ. ഓൾമോസ്റ്റ് നമുക്കൊരു 16 ഇഞ്ചിൻ്റെ താഴെയൊക്കെ കിട്ടും നമുക്ക്. അപ്പോൾ ഇതിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു സെഡിമെൻറ്റ് ഫിൽറ്റർ പുറത്ത് വരുന്നുണ്ട്. കണ്ടോ, അങ്ങനെ ഒരു ഫിൽറ്റർ വരുന്നുണ്ട്. അത് നേരെ പോയിട്ടാണ് നമ്മൾ പിന്നെ ഇവിടെ വെച്ചത്. നമ്മുടെ പ്ലഗ് പോയിന്റ് ഇവിടെയായിരുന്നു ആദ്യത്തെ. നിങ്ങൾക്ക് ഇവിടെ കാണുന്നതായിരിക്കും ഓൾറെഡി ഇത് കുത്തിക്കുന്നുണ്ട്. ഇത് അക്വാഗാർഡിൻ്റെ ആയിരുന്നു. അപ്പോൾ അത് ഈ പ്ലേസിൽ ഞാൻ മാറ്റുന്നത് വെച്ചാൽ കുറച്ച് അറ്റത്താണ്. അപ്പോൾ കയ്യെത്താനൊക്കെ കുറച്ച് പാടാം. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയത്. ഭയങ്കര ചെറുതാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഏരിയയിലേക്ക് കൊള്ളുന്ന ടൈപ്പ് ആണല്ലോ. ഞാൻ IO സ്മിത്ത് വാങ്ങിക്കാണ്ടിരിക്കാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ വാട്ടർ ഔട്ട്പുട്ട് വരുന്നത് താഴെയാണ്. അപ്പോൾ നമുക്ക് അത് ഇതിനായിട്ടും കുറച്ച് നീട്ടമുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് എടുക്കാൻ പറ്റില്ല സാധനങ്ങളൊന്നും. ഇതാകുമ്പോൾ നമുക്ക് ഏത് പാത്രം വേണമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ മുകളിൽ നിന്ന് വരുന്നത്. അപ്പോൾ നമുക്ക് ഏത് പാത്രം വേണമെങ്കിൽ എടുക്കാമല്ലോ. അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് ഓണാക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ പവർ സ്വിച്ച് വരും. പിന്നെ വാട്ടർ ഔട്ട്പുട്ടിൻ്റെ ഒരു ലൈറ്റ് വരും. പവർ ഓണാക്കാം. അപ്പോൾ നമുക്കിവിടെ ബ്ലിങ്കിങ് വരണുണ്ടോ. ഇത് ഇവിടെ ഫുള്ള് ഇങ്ങനെ ലൈറ്റ് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വാട്ടർ എടുക്കാനുള്ള മോഡലിലേക്ക് വന്നു നടത്താം. എന്താ വെച്ചാൽ ഇത് നമുക്ക് ഇൻബിൽഡ് സ്റ്റോറേജ് വരുന്ന മോഡലല്ല. അപ്പോൾ നമുക്കത് അതിൻ്റെ ആവശ്യമില്ല. എന്താ വെച്ചാൽ നമുക്ക് ഇടയ്ക്ക് വാട്ടർ എടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ സ്റ്റോറേജ് ഉള്ള മോഡൽ വേണമെന്ന് വെച്ചിട്ടാണ് ഞങ്ങളുടെ വാങ്ങിച്ചു. മുമ്പത്തെ നമ്മുടെ അക്കൗണ്ട് സ്റ്റോറേജ് ഉള്ള മോഡലായിരുന്നു. ഇതുണ്ട് ഒരു മാക്സിമം പോയി കഴിഞ്ഞാൽ 10-30 സെക്കൻഡ് എടുക്കുള്ളൂ അത് ഫുള്ളാവാൻ. അപ്പോൾ ഇത് ഈ ഇവിടെയും കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് വെള്ളം എടുക്കാം. കണ്ടോ, ഇത് ബ്ലിങ്ക് തുടങ്ങിയിട്ട് ഇപ്പോൾ ബ്ലിങ്ക് നിൽക്കും. അത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിൽക്കി കഴിഞ്ഞാൽ വെള്ളം വരും. അപ്പോൾ നമുക്ക് ഇവിടെ വേണമെങ്കിൽ സ്റ്റാൻഡും വയ്ക്കാം. ഇത് വേണമെങ്കിൽ നമുക്ക് ഊരിയും കളയാം. കണ്ടോ, അപ്പോൾ 2 ടൈപ്പായിട്ട് നമുക്ക് ഉപയോഗിക്കാം. കണ്ടുപോയി എത്ര സെക്കൻഡാണ്. കണ്ടോ, ഇത് ഇവിടെ നമുക്ക് നോക്കാം. ഇത് ഓണാക്കി കഴിഞ്ഞാൽ വെള്ളം വരും. കണ്ടോ, ഇത്രയും സുഖമാണ്. ഇത്രയും പ്രഷറിലാണ് വരുന്നത്. നമുക്ക് പ്രഷർ ഇവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു നോബ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ സുഖമായിട്ട് സാധനം ചെയ്യാം കേട്ടോ. നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഓഫാക്കാം, ആവശ്യമുള്ളപ്പോൾ ഓണാക്കാം. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നത് സ്റ്റോറേജ് ടാങ്കുള്ള മോഡലിനായിട്ടും കുറച്ചുകൂടി നല്ലതാണ്. പിന്നെ നിങ്ങളുടെ TDS അനുസരിച്ചിട്ട് വേണം. നിങ്ങൾക്ക് TDS മീറ്റർ നമുക്ക് ആമസോണിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. 200 താഴെയാണെങ്കിൽ നിങ്ങൾക്ക് UV/UF മാത്രം മതിയിട്ടാണ്. വേറെ RO പ്യൂരിഫിക്കേഷൻ സംഭവങ്ങളൊന്നും വേണ്ട. അപ്പോൾ ഇതാണ് അതിൻ്റെ സാധനം. അപ്പോൾ ഇതിൻ്റെ ലിങ്കും IO സ്മിത്തിൻ്റെ ഈ റേഞ്ചിലുള്ള ലിങ്കും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ആമസോണിൻ്റെ. അപ്പോൾ അതുപോലെ വാങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ആക്ച്വലി ഇത് 1 ഡേ ഡെലിവറി കഴിഞ്ഞിട്ട് അടുത്ത ദിവസം നമുക്ക് ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളൊക്കെ അവരുടെ സർവീസ് ടീമിൽ വന്നിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് വിളിച്ചൊന്ന് അവരുടെ ടോൾ ഫ്രീ നമ്പർ ഉണ്ട് കൊടുത്തിട്ടുണ്ടോ. ഈ പ്യൂരിറ്റിനാണെങ്കിൽ പ്യൂരിറ്റി, IO സ്മിത്തിനാണെങ്കിൽ IO സ്മിത്ത് വിളിച്ച് പറഞ്ഞാൽ മതി. അവർ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡെലിവറി ടീം അല്ല ഇൻസ്റ്റാളേഷൻ ടീമിനെ വിളിവിട്ടാണ്. ഇതാണ് സംഭവം. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, ഭയങ്കര സ്ലിമ്മുമാണ്. എന്നുവെച്ചാൽ നമുക്ക് മറ്റേ പണ്ടത്തെ അക്വാഗാർഡ് എന്ന് പറയുമ്പോൾ ഇത്ര സൈസ് ഉണ്ടായിരുന്നു സാധനം. ഇപ്പോൾ ഭയങ്കര കൺജസ്റ്റ് ആയിരുന്നു. ഇത് ഭയങ്കര സ്ലിം സാധനമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് പ്യൂരിറ്റിൻ്റെ മോഡൽ. ഇത് കുറേ മോഡൽസിലുണ്ട്. നിങ്ങളുടെ ഡിമാൻഡ്, നിങ്ങളുടെ വാട്ടറിൻ്റെ ഇതനുസരിച്ചിട്ട് നിങ്ങൾക്ക് മാറ്റി വെക്കാമെന്ന് മാത്രം കേട്ടോ. ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ RO മോഡലിൻ്റെ പ്യൂരിറ്റിൻ്റെ ആമസോണിലത്തെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ ചെയ്യാം. അടുത്ത വീഡിയോ കാണാം.